Good afternoon. Good afternoon, ma'am. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ എല്ലാവർക്കും? സുഖമാണ്. സുഖം തന്നെ. അല്ലേ? കുറച്ച് നാളായി നമ്മളെ കണ്ടിട്ട്. അതെ. അതെ. എന്തായിരുന്നു ഈസ്റ്റർ ആഘോഷിച്ചു? ഈസ്റ്റർ വിഷു ഒക്കെ? വിഷു ഒക്കെ നന്നായിരുന്നു. ആരാ പ്രേയർ പറഞ്ഞത്? ആരാ? അമ്പിളിയാണോ? അല്ല, ഷഹൽ. അയ്യോ, ഞാനത് ഓണാണോ? അയ്യോ, ഞാനല്ല. ഞാൻ ആരും ഇല്ലെങ്കിൽ ചെയ്യാൻ മതി. ഇല്ല, ഞാനാ. ഷഹല. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good God made them all. Each little flower that opens, each little bird that sings, He made the tiny glowing colors, He made the tiny wings, the purple-headed mountains, the river running by, the sunset at the morning, the brightness of the sky. All things bright and beautiful, all creatures great and small. Thank you, Miss. സൈൻ ഞാനാണ് മാം. ഒരു ചെറിയ കഥ കേട്ടോ പറഞ്ഞു കൊടുക്കണം, കുഞ്ഞു മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അക്ബറിന്റെയും ബീർബലിന്റെയും കഥ കേട്ടോ. ഒരു ദിവസം അക്ബർ രാജസദസ്സിലുള്ളവരുടെ ബുദ്ധി പരിശോധിക്കാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം അവരോട് ഒരു ചോദ്യം ചോദിച്ചു: നമ്മുടെ രാജ്യത്ത് എത്ര കാക്കകൾ ഉണ്ടെന്ന്. ഇത് കേട്ട് എല്ലാവരും, സദസ്സിലിരിക്കുന്ന എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരസ്പരം ചിരിച്ചു, കളിയാക്കി ചിരിച്ചു. അപ്പോൾ അക്ബറിന്റെ മന്ത്രിയായ ബീർബൽ വന്നു പറഞ്ഞു: ഞാൻ ഇതിന്റെ ഉത്തരം പറയാൻ പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് 25,341 കാക്കകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു: അതിൽ കൂടാനോ കുറയാനോ സാധ്യതയില്ലേന്ന്. അപ്പൊ ബീർബൽ പറഞ്ഞു: അങ്ങക്ക് വേണമെങ്കിൽ ഭടന്മാരെയും കൊണ്ട് കാക്കകളെ എണ്ണി നോക്കിപ്പിക്കാം. കാക്കകൾ കൂടുതലാണെങ്കിൽ അയൽ രാജ്യത്ത് നിന്ന് തന്റെ ബന്ധുക്കളെ കാണാൻ വന്നവരായിരിക്കും. ഒരുപക്ഷെ കുറവാണെങ്കിൽ അത് അയൽ രാജ്യത്തുള്ള തന്റെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കാണാൻ പോയ കാക്കകളുമായിരിക്കും എന്ന് പറഞ്ഞു. ബീർബലിന്റെ ബുദ്ധിശക്തിയിൽ സന്തുഷ്ടനായ രാജാവ് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. നമ്മള് യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയറിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അതിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം, അതായത് നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മക്കൾ പഠിച്ചു വരണം. ആരോഗ്യത്തെക്കുറിച്ചും ക്ലീനിങ്ങിനെ കുറിച്ചൊക്കെ ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു വരണം. അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. താങ്ക് യു. എന്തെങ്കിലും ഉണ്ടോ? ആക്ടിവിറ്റിയോ എന്തെങ്കിലും ആക്ഷൻസോ? ഇല്ല. കോട്സ് ഒരാൾ പറയാന്ന് പറഞ്ഞിരുന്നു. നസീമ. Okay. Don't compare your life to others. There's no comparison between the sun and the moon. They shine when it's their times. Dr. APJ Abdul Kalam. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഇന്ന് മിസ് ക്ലാസ് എടുക്കുന്നില്ല, ഒരു ആക്ടിവിറ്റി തരാം. റെഡിയാണോ ചെയ്യാനായിട്ട്? അപ്പോ മിസ് കുറച്ച് ടോപ്പിക്സ് തരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് ഒക്കെ നിങ്ങൾ സംസാരിക്കണം. ക്ലിയർ ആയോ? എന്തിനാണ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിപ്പിക്കുന്നത് നിങ്ങളെ കൊണ്ട്? അറിയോ എന്തിനാണ്? സംസാരിക്കാനുള്ള എല്ലാവരുടെയും ബുദ്ധിമുട്ട് മാറി മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ വരെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ. ഓക്കെ, നിങ്ങളുടെ സ്പീച്ച് എബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ, നിത്യ പറഞ്ഞതുപോലെ തന്നെ ചിലവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഇപ്പോ സ്റ്റേജിൽ കയറി എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കാം, മറ്റാളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി തരുന്നത്. ഓക്കെ, അപ്പൊ മിസ്റ്റർ ടോപ്പിക്സ് പറയട്ടെ?
ഓക്കെ, ഫസ്റ്റ് വൺ മൗലിക മൂല്യങ്ങൾ കേട്ടോ, ഹ്യൂമൻ വാല്യൂസ്. അതിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് സെലക്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് മൗലിക മൂല്യങ്ങള്, മാനുഷിക മൂല്യങ്ങള്. അതുപോലെ തന്നെ വയോജനങ്ങളെ പറ്റി സംസാരിക്കാം. ഓക്കെ, വയോജനങ്ങൾ അറിയാലോ. ആരാ വയോജനങ്ങൾ എന്ന് പറഞ്ഞാല്? പ്രായമായവർ. പ്രായമായവര്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ലൈഫില് അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഫെസ്റ്റിവല് അല്ലെ, കഴിഞ്ഞ എന്താണ് 4ാമത്തെ ടോപ്പിക് ഒന്നുകൂടി പറയാം. ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് വിഷു, ഈസ്റ്റർ. വിഷുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈസ്റ്ററിനെ കുറിച്ചോ ഇനി സംസാരിക്കാം. ക്ലിയർ ആയോ? ടോപ്പിക് ഒന്നും കൂടി പറയണോ? ഫസ്റ്റ് വൺ മാനുഷിക മൂല്യങ്ങൾ, ഹ്യൂമൻ വാല്യൂസ്. അതുപോലെ തന്നെ വയോജനങ്ങൾ, പ്രായമായവരെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ അച്ഛൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. നെക്സ്റ്റ് ടോപ്പിക് വിഷു ആൻഡ് ഈസ്റ്ററിനെ കുറിച്ച് സംസാരിക്കാം. ക്ലിയർ ആയോ ടോപ്പിക്സ്? ഓക്കെ ആണോ? 2 മിനിറ്റ് മിസ് സമയം തരാം ആലോചിക്കാനായിട്ട്. അപ്പോ 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹലോ മിസ്. ഹലോ മിസ്, പറഞ്ഞോ. മാനുഷിക മൂല്യങ്ങള് പിന്നെ വയോജനങ്ങളെ പറ്റി ഞാൻ എന്റെ കോള് കട്ടായി പോയി. അടുത്ത ഏതാ പറഞ്ഞേ? വയോജനങ്ങള്. അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങളുടെ അച്ഛൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫില് അച്ഛൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് സ്കൂൾ. ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. പിന്നെ അതുപോലെ തന്നെ വിഷു, ഈസ്റ്ററിനെ കുറിച്ച് സംസാരിക്കാം. ഏതെങ്കിലും ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കാം കേട്ടോ. ഓക്കെ. റെഡിയായവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ, സ്റ്റാർട്ട് ചെയ്തോളൂ. എത്ര മിനിറ്റ് മിസ്സേ സംസാരിക്കേണ്ടത്? 3 അല്ലെങ്കിൽ 5 മിനിറ്റ് സംസാരിക്കാം. ഓക്കെ, ഞാൻ പറയാം. വിഷുവിനെ കുറിച്ച് പറയാം. രണ്ടും പറയണമെന്നുണ്ടോ? വിഷു മാത്രം പറഞ്ഞാലും പോരെ? ഓക്കെ, വിഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഷു സാധാരണയായി നമ്മുടെ ഹിന്ദുക്കള് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. വിഷുവിന് നമ്മൾ രാത്രിയും പകലും ഏകദേശം തുല്യമായ ദൈർഘ്യമുള്ളൊരു ദിവസമായിട്ടാണ് വിഷു കണക്കാക്കുന്നത്. കേരളത്തിൽ നമ്മൾ മേടമാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത്. പിന്നെ അതൊരു കാർഷികോത്സവമാണ്. ശരിക്കും വിഷുവിന്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകാസുരൻ ശ്രീകൃഷ്ണനാല് വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. വിഷുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുക്കണി ഒരുക്കുക എന്നുള്ളതാണ്.
ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് അറിയാം. എങ്കിലും ഒന്നുകൂടി പറയണം, നമ്മള് ഒരു കൃഷ്ണന്റെ രൂപവും അതിനോടനുബന്ധിച്ച് കണിക്കൊന്ന, അതുപോലെ ഒത്തിരി ഫ്രൂട്ട്സ്, മാങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണിയായിട്ട് വെച്ച് രാവിലെ നമ്മൾ ഉറക്കമുണർന്ന് കണ്ണടച്ചു പിടിച്ച് രാവിലെ കണി കാണേണ്ടത് ആ ഒരു രൂപമാണ്, ആ ഒരു വിഷുക്കണിയാണെന്നുള്ളതാണ് നമ്മൾ ഹിന്ദുക്കളുടെ ഒരു ഐതിഹ്യം. പിന്നെ വിഷുവിന് നമ്മള് വിഷു കൈനീട്ടം, അതാ ഒരു വർഷം മൊത്തവും അതിന്റെ ഒരു നന്മ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ വിഷുവിന് വിഷുസദ്യയൊക്കെ നമ്മൾ ഉണ്ടാക്കും. അങ്ങനെ ഏറ്റവും സന്തോഷവും സമാധാനവും ഉള്ള ഒരു ദിവസമാണ് വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ആകെ ഒരു പ്രാവശ്യമാണ് വീട്ടിൽ വിഷു ആഘോഷിക്കാൻ ശരിക്കും പോയിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കാണ് വിഷുവിന് സാധാരണ. അപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്രാവശ്യമാണ് വിഷുവിൻ്റെ അന്ന് വിഷുവിന് തലേ ദിവസം വിഷു ആഘോഷിക്കാൻ പോയത്. അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ഇപ്പൊ അച്ഛൻ മാത്രമേ ഉള്ളൂ. ശരിക്കും എൻ്റെ അമ്മയുടെ വീട് തൊട്ടടുത്തുള്ളതുകൊണ്ട് അമ്മയുടെ അമ്മ ഒരു പ്രായമായി 10-70 വയസ്സൊക്കെ കഴിഞ്ഞു. അമ്മയുടെ അമ്മയും അമ്മയുടെ ചേച്ചി ഉണ്ടായിരുന്നു, അച്ഛൻ, ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മോൻ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് വിഷു ആഘോഷിച്ചത്. തലേദിവസം പടക്കമൊക്കെ വാങ്ങി പൊട്ടിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് വാങ്ങി തന്ന് പൊട്ടിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മയൊന്നും ഈ വിഷുവിന് പടക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ വിഷുവിന് എൻ്റെ അമ്മയുടെ അമ്മ, പ്രായമായ അമ്മ, അമ്മയുടെ ചേച്ചി, ഇവരൊക്കെ ഞങ്ങൾ കമ്പിത്തിരി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ അതൊക്കെ വെച്ച് ആഘോഷിക്കണ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞാൻ ശരിക്കും അതിന്റെ ഫോട്ടോ ഒക്കെ എന്നിട്ട് എടുത്തു വെച്ചു. സാധാരണ നമുക്ക് ചെറുപ്പത്തിൽ ഇവർ ഇതൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്, പക്ഷെ ഇവർ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ അത് കാണാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവര് ഇതൊക്കെ വെച്ച് ആഘോഷിച്ചു. പിന്നെ അവര് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പോയി, ഞങ്ങളുടെ ചെറുപ്പകാലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് വിഷുക്കണിയൊന്നും അങ്ങനെ തന്നെ വെക്കാറില്ല. ആരും ഇല്ലല്ലോ, വിഷുവിന് ഞങ്ങളൊന്നും ചെല്ലാനില്ല. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ കൂടി ചെന്ന് കഴിഞ്ഞപ്പോ വിഷുക്കണിയൊക്കെ വെച്ച് അതും ആഘോഷിച്ചു. അപ്പൊ അവര് തന്നെ പറഞ്ഞു, എത്ര നാളുകൾക്ക് ശേഷമാണ് വിഷുക്കണി കാണുന്നത്. ആരും ഇല്ലാത്തപ്പോ തന്നെ ഇരിക്കാൻ നേരത്ത് വിഷുക്കണി വെക്കാൻ തോന്നാറില്ല. പക്ഷെ ഇപ്രാവശ്യം പിള്ളേരും മക്കളുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നപ്പോ വിഷുക്കണി വെച്ചു. അത് കണ്ടു. വെളുപ്പിന് എണീറ്റ് സദ്യ ഉണ്ടാക്കി, അമ്പലത്തിൽ പോയി. അങ്ങനെ ഇപ്രാവശ്യത്തെ വിഷു എനിക്ക് നല്ലൊരു സ്പെഷ്യൽ അനുഭവമായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യത്തെ വിഷുവിനെ കുറിച്ച് എനിക്ക് ഇതാണ് പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും കൈനീട്ടം കൊടുത്തു, ഞങ്ങൾക്ക് തന്നു, അത് വാങ്ങി. സാധാരണ വിഷുവിന്റെ അന്ന് അങ്ങനെ വാങ്ങാറില്ല അവരുടെ കയ്യിൽ നിന്ന്. വിഷുവിനല്ല പോവാറ്. വിഷു കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു അമ്മയുടെ കുടുംബത്തിൽ ഒരു പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് പോകുമ്പോ ആ സമയത്താണ് കൊടുക്കൽ വാങ്ങൽ, വിഷു കൈനീട്ടം. ഇപ്രാവശ്യമാണ് കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് ഇപ്പോഴാണ് വിഷു കൈനീട്ടം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതും അങ്ങോട്ടും അന്നത്തെ ദിവസം തന്നെ കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഈ വിഷു അത്രയ്ക്ക് സ്പെഷ്യൽ ആയിരുന്നു. ഇത്രയാണ് വിഷുവിനെ കുറിച്ച് ഇന്നത്തെ എനിക്ക് പറയാനുള്ളത്. പറഞ്ഞു അല്ലേ? ഞാനോ മാം, ഞാൻ പറയാം. മൃദുല എന്നാണ് പേര്. ഞാൻ പറയാം മാം. ഞാൻ പറയാൻ പോകുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലം ഇൻ ഗവൺമെന്റ് സ്കൂളാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളം ലിറ്ററസിയിലെ നമ്പർ 1 ആണ് അല്ലെ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 98.7% നമ്മുടെ ലിറ്ററസി ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നുള്ള ഒരു സ്റ്റുഡൻസിന്റെ ലിറ്ററസി അല്ല അത്. പണ്ട് നമ്മുടെ വയസ്സായ അമ്മൂമ്മയുടെ എഡ്യൂക്കേഷൻ പോലും ഇപ്പൊ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു അമ്മൂമ്മയ്ക്ക് ഉണ്ടാവില്ല എന്നതാണ് സത്യം. അപ്പോൾ നമ്മുടെ പൂർവികർ തൊട്ട് നമ്മുടെ ലിറ്ററസി അങ്ങനെ തന്നെയാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകൾ വളരെ ബെറ്റർ ആണ്. എന്നിരുന്നാൽ പോലും നമ്മൾ പഠിച്ച സമയത്ത് ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ നേരിട്ടിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് എൻ്റെ സ്കൂളിൻ്റെ തന്നെ പ്രശ്നം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സാനിറ്റേഷൻ ആണ്. അതായത് കറക്റ്റായ യൂറിനലും ബാത്റൂമും ഉണ്ടായിരുന്നില്ല. യൂറിനൽ എന്ന് പറയുന്നത് നീളത്തിലുള്ള ഒരു ബോക്സ് പോലത്തെ ഒരു സ്ട്രക്ചർ ആയിരുന്നു. അതിൽ 2 സൈഡിൽ ചെറിയ ചാല് പോലെ ഉണ്ടാവും. അവിടെ എല്ലാ കുട്ടികളും ഒന്നിച്ചിരുന്ന് യൂറിൻ ചെയ്യണം. അതായത് യൂറിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന് വരെ കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, അതിന് റൂഫ് ഉണ്ടാവില്ല. ആ റൂഫില്ല എന്നുള്ളത് അടുത്ത വീട്ടിലെ തെങ്ങിന്റെ മരത്തിൽ കയറുന്ന ചേട്ടന് വരെ നമ്മൾ യൂറിനേഷൻ ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെ പ്രോപ്പറായ ഹൈജീനിറ്റി ഇല്ല എന്നുള്ളതാണ്. അതായത് തൊട്ടടുത്ത് ഒരേ ഒരു ബാത്റൂം ഉണ്ടാകും. ഒരു സ്കൂളിൽ ഏകദേശം 1000-നടുത്ത് കുട്ടികൾ പഠിക്കുന്നതാണ്. ഒരു ബാത്റൂം ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുന്നത്.
പിന്നെ അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അതായത് കറക്റ്റായിട്ട് കോൺക്രീറ്റ് അല്ല അന്നത്തെ നമ്മുടെ സ്കൂള്, ഓടായിരിക്കും. മാക്സിമം ഓടുള്ള ബിൽഡിങ്ങിൻ്റെ നമ്മൾ കാര്യം അറിയാം. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി എലികളുണ്ടാവും. എലികൾ കാരണം എലിയും പാമ്പും ഫൈറ്റ് ചെയ്ത് കുട്ടികളുടെ മുകളിലേക്ക് പാമ്പും എലിയും വീണിട്ടുള്ള സംഭവം വരെ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഞ്ഞിപ്പരയുടെ സ്ട്രക്ചറാണ്. നമ്മൾ കഞ്ഞിപ്പര, അതായത് ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് ഇതേ അവസ്ഥയാണ്. പല്ലികളും ഇതുമൊക്കെ കറക്റ്റായിട്ട് റൂഫ് ഇല്ല എന്നുള്ളതും ലൈറ്റും ഇതും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ എപ്പോഴും ഈ കഞ്ഞിയും പയറും ആണല്ലോ അന്നത്തെ ഒരു ഫുഡ്. അപ്പോൾ ആ പയറിൽ മാക്സിമം പല്ലിയുടെ വിസർജ്യ വസ്തുക്കൾ വരെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരുമാതിരി എല്ലാ സ്കൂളുകളിലും ഇത് നേരിട്ടുള്ള പ്രശ്നമാണ്. അന്ന് നമ്മുടെ പാരൻസിന് അത്രയേറെ, അതായത് കുട്ടികൾക്ക് കിട്ടുന്ന എഡ്യൂക്കേഷൻ വളരെ വാല്യുബിൾ ആണല്ലോ. അപ്പോൾ അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ആരും വന്നിരുന്നില്ല. പക്ഷെ ഇന്ന് എന്ന് പറയുന്ന ഒത്തിരി മാറ്റമുണ്ട്. ഇപ്പം നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ തന്നെ നല്ല പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്, പെയിന്റ് അടിച്ചിട്ടുണ്ട്, സ്കൂൾ തന്നെ വളരെ അട്രാക്റ്റീവാണ്. എന്നിരുന്നാൽ പോലും ആ സമയത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ഫെസിലിറ്റി തന്നെയാണത്. നമ്മൾ ഇന്ന് ഈ രീതിയിൽ സംസാരിക്കാൻ എത്തി നിൽക്കുന്നത് വരെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഇത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മാം. മൃദുല പറഞ്ഞതിന്റെ ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഇന്നത്തെ സിറ്റുവേഷൻ പറയാം. ഹലോ, കേൾക്കുന്നുണ്ടോ മാഡം? ഇന്ന് ഇന്ത്യൻ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ ഉയർന്നിട്ടുണ്ട്. എന്നാലും ഒരുപാട് ഇപ്പൊ ഇന്ത്യൻ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം മാത്രമാണ് ഇത്രയും ഡെവലപ്മെന്റിലേക്ക് ഇന്നത്തെ ഒരു 2025 എത്തിയിരിക്കുന്നത്. ഇന്ത്യ ഓവറോൾ എടുക്കുമ്പോൾ അങ്ങനെയല്ല. 10.17 ലക്ഷം സർക്കാർ സ്കൂളുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഏകദേശ കണക്കാണ് കേട്ടോ. ഇത് ജനുവരി 3 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ്. 3.37 ലക്ഷം സ്കൂളുകൾ മാത്രമേ വികലാംഗ സൗഹൃദ ടോയ്ലറ്റുകൾ പോലും ഉള്ളൂ. അതുപോലെ സ്കൂളുകളിൽ 32.2 ആണ് മൊത്തം സ്കൂളുകളിലെ ആകെ ടോയ്ലറ്റുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ സ്കൂളുകളുടെ കണക്കുകൾ എടുക്കുമ്പോൾ. വിദ്യാഭ്യാസ മന്ത്രാലയം പരിപാലിക്കുന്ന യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണിത്. അപ്പൊ പല സ്കൂളുകളിലും പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റുകൾ പോലും ഇന്നില്ല എന്നുള്ളത് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ, സർക്കാർ സ്കൂളുകൾക്ക് പുറമെ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്. പകുതി സർക്കാരിൻ്റെയും പകുതി എയ്ഡഡ് ഗവൺമെന്റ് മാനേജ്മെന്റിന്റെയും. അത്തരം സ്കൂളുകളിലൊന്നും വളരെയധികം സൗകര്യക്കുറവുണ്ട്. 4.7 ലക്ഷം സ്കൂളുകൾ പ്രവർത്തനക്ഷമമായിട്ടുള്ള വൈദ്യുതി പോലും പ്രോപ്പർ ആയിട്ടില്ല എന്നാണ് കണക്ക് പറയുന്നത്. ആകെയുള്ള സ്കൂളുകളിൽ 14.47 ലക്ഷം സ്കൂളുകളിൽ കുടിവെള്ള സൗകര്യം എന്ന് പറയുന്നത് 14.11 ലക്ഷം സ്കൂളുകളിൽ മാത്രമാണ് കുടിവെള്ള സൗകര്യം കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇങ്ങനെ ഓരോ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാ കുട്ടികൾക്കും കിട്ടേണ്ട എല്ലാ പരിഗണനയും ഗവൺമെന്റ് സ്കൂളുകളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഓൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് പറയാനുള്ളത്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്നത് ഇന്നത്തെ ഈ 2025 എടുത്തു നോക്കുകയാണെങ്കിൽ കേരളമാണ്. അത് കഴിഞ്ഞ പിന്നെ കർണാടക, അങ്ങനെയാണ്. അങ്ങോട്ട് ഉയർന്നു പോകുമ്പോഴും വളരെ കുറവാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിന് തീരെ പ്രാധാന്യം കൊടുക്കാത്ത സ്ഥലങ്ങൾ കൂടിയുണ്ട്. അതുപോലെ വികലാംഗരായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ഒക്കെ വളരെ കുറവായിട്ടാണ് ഇന്നത്തെ കണക്കെടുപ്പുകൾ പോലും സൂചിപ്പിക്കുന്നത്. ഓക്കെ മാഡം. മാം, ഞാൻ പ്രത്യക്ഷയാണ്. ഞാൻ നമ്മുടെ ഹ്യൂമൻ വാല്യൂസ്, മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് പറയാം. മാനുഷിക മൂല്യങ്ങൾ നമുക്ക് എന്തായാലും എല്ലാ വ്യക്തികളും ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആ എല്ലാ ആൾക്കാരും കൂടെ കൂടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഹ്യൂമൻസിനും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ളതും അതേപോലെ ഇൻഡിവിജ്വൽ ആയിട്ടും ഇൻഡിവിജ്വലും പേഴ്സണലും സെയിം തന്നെയാണ്. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ഹ്യൂമൻ വാല്യൂസിലുള്ളത്. പ്രധാനമായിട്ടും
ഒരു സൊസൈറ്റിയിൽ ഫണ്ടമെന്റൽ ആയിട്ടുണ്ടാവും, സോഷ്യൽ ആയിട്ടുണ്ടാവും, കൾച്ചറൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും, പിന്നെ പേഴ്സണൽ സ്വന്തമായിട്ടുള്ളതും ഉണ്ടാവും. ഫണ്ടമെന്റൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് മറ്റുള്ളവരോടുള്ള ഒരു സ്നേഹം, ഒരു ശരിയായിട്ടുള്ള രീതി, ശരിയായിട്ടുള്ള നമ്മൾ മറ്റൊരാളോട് പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ള അതിനകത്തെ ഒരു സത്യാവസ്ഥ, അതേപോലെ നോൺ വയലൻസ്, അതായത് വയലൻസ് ഒന്നും ഇല്ലാത്ത ഒരു സമൂഹം. അതാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു രീതി വെച്ചിട്ട് നമ്മളെപ്പോഴും ഈ ഒരു 2-3 മാസങ്ങൾക്കുള്ളിൽ നമ്മളെപ്പോഴും കേട്ടോണ്ടിരുന്ന കുഞ്ഞി കുട്ടികൾ വരെ UK കിഡ്സ് എന്നാണ് അവരെ പറയുന്നത് തന്നെ. നമ്മളൊക്കെ പഠിച്ച കാലത്തും വളർന്ന കാലത്തും സ്കൂളുകളിലൊന്നും കാണാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. വയലൻസ് എന്നുള്ളത് നമുക്കറിയില്ല എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതേ സമയത്ത് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു വയലൻസിന്റെ ഇതിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ ഒരു നോൺ വയലൻസ് ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഹ്യൂമൻ വാല്യൂസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ സോഷ്യലായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നമ്മൾ എത്ര ഹോണസ്റ്റി, സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരോട് എത്ര സത്യസന്ധമായിട്ട് നിൽക്കുന്നു, അതേപോലെ തന്നെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് എതിർവശത്ത് നിൽക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എമ്പതി, അവരോട് എങ്ങനെയാണ് സ്നേഹം കാണിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത, എനിക്ക് തോന്നുന്നു കാണാൻ കഴിയാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു. മൊത്തമായിട്ട് ഞാൻ പറയുന്നില്ല, എമ്പതി എന്ന് പറയുന്നത് വളരെ 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 ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എമ്പതി എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മള് വീടുകളിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളുകളിലാണെങ്കിലും അതെല്ലാം നമ്മൾ ഇപ്പം നമ്മൾ അതിനൊരു പ്രാക്ടീസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. വീടുകളിലാണെങ്കിലും ഇപ്പൊ എല്ലാം നോർമൽ ആയിട്ടുള്ള ഒരു 1-2 കുട്ടികളായിട്ടുള്ളത്, അപ്പൂപ്പന അമ്മൂമ്മ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലാതെ പേരൻസും കുട്ടികളും മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു ലോകം. അവര് പേരൻസ് വർക്കിംഗ് ആയിരിക്കും, കുട്ടികൾ കുട്ടികളുടേതായിട്ടുള്ള ലോകത്തായിരിക്കും. അവർക്കൊരിക്കലും പണ്ടുള്ള കാലങ്ങളിൽ അമ്മൂമ്മമാരും അപ്പൂമ്മമാരും ഒക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, അവര് കഥകൾ പറഞ്ഞു കൊടുക്കുന്നു, അവരുടെ ഒരു കൂട്ടുകുടുംബ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടു വളരുന്ന കുട്ടികൾക്ക് എമ്പതറ്റിക് ആയിരിക്കും കൂടുതൽ അവര്. പക്ഷെ ഇന്നത്തെ ലോകത്ത് അവർക്ക് അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല. അത് മാറുന്ന സാഹചര്യങ്ങളുടെ അവസ്ഥ കൊണ്ടും കൂടെയാണ് മനുഷ്യർക്ക്. പണ്ടുള്ള ആൾക്കാരുടെ ജീവിത രീതി അല്ല ഇപ്പോഴുള്ള ആൾക്കാർക്ക് വരുന്നത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമ്മൾ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളുകളിലും അതിനുള്ള ഇപ്പൊ ഷെയർ ചെയ്യാനാണ്, കുഞ്ഞു കുട്ടികളെ ആണെങ്കിലും കൂടിയിരിക്കുന്ന ഫ്രണ്ട്സിന് അവർക്ക് കൊണ്ടുവരുന്ന ഫുഡ് അല്ലെങ്കിൽ അവർക്ക് ഒരു ടോയ്സ്, ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ വഴിയെ നമുക്ക് കുട്ടികളിൽ ഒരു എമ്പതി വളർത്താൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കൾച്ചറൽ വാല്യൂസ്, നമുക്ക് പല സംസ്കാരങ്ങൾ കൂടിയ ആൾക്കാരാണ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. ഹിന്ദു മതങ്ങളും ഉണ്ടാവാം, കാസ്റ്റുകൾ ഉണ്ടാവാം. ഇതൊക്കെ നമ്മൾ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മളെല്ലാ കൾച്ചർ, ഇപ്പം ഈ പറഞ്ഞ വിഷു, ഈസ്റ്റർ എല്ലാം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച്, റംസാൻ, വിഷു, ഈസ്റ്റർ ഇതെല്ലാം നമ്മൾ അടുപ്പിച്ച് ആഘോഷിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രം എനിക്ക് തോന്നുന്നു കണ്ടുവരുന്ന ഒരു ഇതാന്ന് തോന്നുന്നു. കാര്യം നമ്മളെല്ലാ ആഘോഷങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. റംസാൻ കഴിഞ്ഞ പുറകെ വിഷു വന്നു, വിഷുവിന് തൊട്ടു പുറകെ ഈസ്റ്റർ വന്നു. ഇതെല്ലാം നമ്മൾ ഒരേ പല മതസ്ഥരാണെങ്കിലും ഒരേ രീതിയിൽ. ഇപ്പം എന്റെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് എന്റെ ഓപ്പോസിറ്റ് വീടും എന്റെ സൈഡിലത്തെ വീടും ക്രിസ്ത്യൻസിന്റെ വീടാണ്. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിലല്ല ജീവിക്കുന്നത്. ഇപ്പൊ വിഷുവിന് ഞാൻ ഇവിടുന്ന് സദ്യ ഉണ്ടാക്കും, അവർക്ക് ഷെയർ ചെയ്യും, അവിടുന്ന് കുട്ടികൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കും. അതേപോലെ ക്രിസ്മസിനായാലും ഈസ്റ്ററിനായാലും അവര് ഫുഡ് ഉണ്ടാക്കും, അവരുടെ കൂടിയിരുന്നത് പങ്കെടുക്കും. അപ്പൊ നമ്മുടെ കുട്ടികളും അത് കണ്ടിട്ടാണ് വളരുന്നത്. അപ്പൊ പല കുട്ടികൾക്കും കിട്ടാത്ത ഒരു കാര്യമാണ് അങ്ങനത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കൾച്ചറൽ ഉള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തില്, അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ മതസൗഹാർദ്ദപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓരോ ഫെസ്റ്റിവൽസിനും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. റംസാനാണേലും ഇത് നോമ്പ് തുറക്ക് അമ്പലത്തിന്റെ ഗ്രൗണ്ട് അവര് റെഡിയാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ പള്ളികളില് വിഷുവിനും ഓണത്തിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ, അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഹ്യൂമൻ വാല്യൂസ് ഒട്ടും മൊത്തത്തില് പോയിട്ടില്ല എന്നുള്ളത് കാണിക്കുന്ന പല ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പൊ കൾച്ചറൽ ആണെങ്കിലും ഫണ്ടമെന്റൽ ആണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പേഴ്സണൽ വാല്യൂസും ഹ്യൂമൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവണം. അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു ചോയ്സ് ഉണ്ടാവണം, നമുക്ക് സ്വന്തമായിട്ട് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവണം.
നമുക്കൊരു ഐഡിയാസ്, നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ മാം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ശരിയാണ്, അതിന്റെ ശരിയായിട്ടുള്ള രീതികളും തെറ്റായിട്ടുള്ള രീതികളും എന്റെ സൈഡിൽ, എന്റെ വ്യൂ പോയിന്റിൽ എനിക്ക് പറയാനായിട്ടൊരു സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പം അങ്ങനെയുള്ള വാല്യൂസ് അത്, പക്ഷെ മാം അതേപോലെ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്, മാം അതേ രീതിയിൽ അത് എടുക്കുകയും അപ്പൊ അതിന്റെ തെറ്റും ശരിയും എന്താണെന്ന് കണ്ടുപിടിച്ച് തെറ്റായിട്ടുള്ള കാര്യമാണ് നമുക്ക് തിരുത്തി തരിക. അപ്പൊ ആ തിരുത്തി തരുന്നതിലൂടെ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലാക്കി അത് ശരി, അങ്ങനെയല്ല ഇങ്ങനെ. ഇപ്പം എന്റെ കൂടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ എന്റെ കൂട്ടുകാരും അവരും അതെ, ഇപ്പൊ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണ്, അങ്ങനെയല്ല പ്രത്യക്ഷ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് പേഴ്സണലായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് എനിക്കും അവർക്കത് പറഞ്ഞു തരാനുള്ള രീതി, അതെല്ലാം ഈ ഹ്യൂമൻ വാല്യൂസിൽ പെടുന്നതാണ്. പിന്നെ സ്വന്തമായിട്ട് ജസ്റ്റിസ് ചെയ്യാൻ നമുക്ക് തന്നെ ഒരു ഇത് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്ന് ചെയ്യുന്ന, നമ്മൾ ഇപ്പൊ പറയാറുണ്ട് മനസാക്ഷിയോട് ചോദിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം നമ്മുടെ മൈൻഡിൽ തന്നെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ വയലൻസ് ഒന്നും വരില്ല. നമ്മള് ഇപ്പൊ ഒരു പ്രായപൂർത്തിയായ ആൾക്കാർക്ക് ചിന്തിക്കാനുണ്ട്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, മൃഗങ്ങൾക്കതില്ല. അപ്പൊ മനുഷ്യരത് ആ ഒരു ഓരോ മൂല്യങ്ങൾ എടുക്കുന്നത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള കാര്യം അത് ചിന്തിച്ചിട്ട് ചെയ്യുമ്പം അവിടെ അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വരും. അതേപോലെ തന്നെ ലവ്, മറ്റുള്ളവരോടെല്ലാം എല്ലാവരോടും സ്നേഹത്തോടെയും അതേപോലെ ആ ഒരു ഫീല് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, കെയറും ലവും മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നതും ഒരു ഹ്യൂമൻ വാല്യൂ തന്നെയാണ്. പിന്നെ ഹോണസ്റ്റി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സത്യസന്ധതയും വിശ്വസ്തതയും ഉള്ളതായിരിക്കണം. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് എപ്പോഴും സത്യസന്ധമായിട്ടും വിശ്വസ്തയോടും കൂടി മാത്രം നിൽക്കുന്ന ഒരാളെ നല്ല ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പിന്നെ നോൺ വയലൻസ് ആയിരിക്കണം. അതുപോലെ തന്നെ സമാധാനം, നമ്മൾ നിൽക്കുന്നിടവും കുട്ടികൾ, ഒരു സ്കൂളിലൊരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ടീച്ചർ എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ അവരുടെ റോൾ മോഡൽ ആയിരിക്കും ഒരു ടീച്ചർ. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ്, അവരുടെ റോൾ മോഡലാണ് ടീച്ചേഴ്സ്. അവരെന്ത് പറഞ്ഞാലും, ടീച്ചേഴ്സ് എന്ത് പറഞ്ഞാലും കുട്ടികൾ അനുസരിക്കും. പാരന്റ്സ് പറയുന്നതിലും കൂടുതൽ ടീച്ചേഴ്സ് പറയുന്നതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരെങ്ങനെ ക്ലാസ് എടുക്കുന്നു. ഇപ്പൊ സപ്പോസ് എന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുഞ്ഞു പിള്ളേരെ 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ പേരൻസ് PTA മീറ്റിങ്ങിന് വന്ന് പറയാറുണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മൾ ക്ലാസ്സിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ റൈം പാടുന്നു, നമ്മളൊരു കുട്ടിയെ എങ്ങനെ ഏത് രീതിയിൽ വിളിക്കുന്നു, ആ ടോൺ വരെ അവരത് അതേ രീതിയിൽ അവരത് പ്രസന്റ് ചെയ്യും വീട്ടിൽ ചെന്നിട്ട്. അപ്പൊ അവർക്കത് ഭയങ്കര ഒരു എന്തോ ഒരു അത്ഭുതം കാണുന്ന പോലെയാണ് അവര് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്റെ കുട്ടി പറയുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അപ്പം എപ്പോഴും ഈ ഒരു മോണ്ടിസറി ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും പീസ്ഫുൾ ആയിരിക്കണം, നോൺ വയലൻസ് ഉള്ളവരായിരിക്കണം, ലവ് ആയിരിക്കണം, ഹോണസ്റ്റി ഉള്ളവരായിരിക്കണം, കുട്ടികളോടായാലും ബാക്കി പുറത്തുള്ള ആൾക്കാരോടൊക്കെ. അതാണ് എനിക്ക് കൂടുതലും ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു മാം. നന്നായിട്ട് പറഞ്ഞല്ലേ മിസ് പ്രഭിത. ഞാൻ വിഷു ഈസ്റ്ററിനെ കുറിച്ച് പറയാം. വിഷു ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയിലുള്ള ഒരു ആഘോഷമായിട്ടാണ് നമ്മൾ വിഷുവിനെ ആഘോഷിക്കുന്നത്. മലയാള മാസത്തിലെ മേടത്തിലെ ആദ്യത്തെ ദിവസമാണ് വിഷു ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. പിന്നെ കണിന്റെ ഐശ്വര്യവും സമൃദ്ധിയും ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് മലയാളികളെ വിശ്വാസം. ഓണം കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് വിഷു. കണി കാണുക, കൈനീട്ടം കൊടുക്കുക, തിരിച്ച് കൈനീട്ടം ഇങ്ങോട്ട് വാങ്ങുക, ഇങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. അപ്പോ പുതിയ വസ്ത്രം വാങ്ങല്, അപ്പൊ അതിൽ നല്ലൊരു സന്തോഷം ഉള്ള കാര്യമാണ്. പിന്നെ മെയിനായിട്ട് എല്ലാവരും വീട്ടിലെല്ലാരും ഉണ്ടെങ്കിൽ എല്ലാരും ഒരുമിച്ച് സദ്യ ആക്കി ഉച്ചയ്ക്ക് എല്ലാരും ഒരുമിച്ച് സദ്യ കഴിക്കല്, അതെല്ലാം ഒരു നല്ല സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പൊ ഇപ്പം എന്റെ മക്കളെല്ലാം എന്ന് വെച്ചാൽ ഇപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കൂല, TV നല്ല സിനിമ ഉണ്ടാവുമല്ലോ, അപ്പൊ സിനിമയെല്ലാം കണ്ടുകൊണ്ടാണ് സദ്യ ഒന്നും കഴിക്കാൻ ഇരിക്കുക, ഒരുമിച്ച് നമ്മളെ കൂടെ ഒന്നും ഇരുന്ന് കഴിക്കൂല. പിന്നെ ഈസ്റ്റർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഒരു പുനരുദ്ധാരത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസമായിട്ടാണ് ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുന്നത്. ദുഃഖവെള്ളി കഴിഞ്ഞാലില്ലേ ഞായറാഴ്ച,
അതാണ് ഈസ്റ്റർ ആയിട്ട് ആഘോഷിക്കുന്നത്. ഭൂരിപക്ഷം ക്രിസ്തുമത വിശ്വാസികൾ ഈ ദിവസത്തെ പുണ്യ ദിവസമായിട്ടായിരിക്കും കാണുക. കാരണം ക്രിസ്തുമത ക്രിസ്തുമതത്തിലുള്ളവരുടെ ഏറ്റവും വലിയൊരു ആഘോഷം തന്നെയാണ് ഈസ്റ്റർ. ഇനി ഇത്രയേ ഉള്ളൂ മിസ്സേ. ഓക്കെ, ഇനി നെക്സ്റ്റ് മിസ്, ഞാന് വാർദ്ധക്യത്തെ കുറിച്ച് പറയാം. അതിപ്പോ അങ്ങനെ എന്താണോ അതിൽ വരുന്നത് അതാണ് പറയാം. അത്രേ ഉള്ളൂ. അനുഭവങ്ങൾ അനുഭവിച്ച കാര്യങ്ങള്, കണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വാർദ്ധക്യം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പാടാണ് കേട്ടോ. ഒരു പക്ഷെ നമുക്ക് എല്ലാവർക്കും കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് ആയുസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കടന്നു പോകേണ്ട അവസ്ഥയാണ്. ശരിക്കും ആ ഒരു അവസ്ഥയിൽ എത്തിയതിന് ശേഷമല്ല നമ്മൾ എന്തായാലും. മിസ് എന്തായിപ്പോയോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമ്മൾ ശരിക്കും ആ ഒരു അവസ്ഥയിൽ എത്തിയതിനു ശേഷമല്ല നമ്മൾ അയ്യോ എന്ന് പറയേണ്ടത് അല്ലേ. നമ്മൾ എവിടുന്ന് തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒരു ജീവിതം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ചെറിയ കുട്ടികളിലൊക്കെ നമുക്കിത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതോടൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്ന മരുമക്കള്, അല്ലെങ്കിൽ നമ്മൾ മരുമക്കളായിട്ട് ഒരു പുതിയ വീട്ടിലേക്ക് ചെന്ന് ചേരുമ്പോൾ എന്തായാലും ഒരു ചെടീനോട് ഉപമിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു വേര് പറിച്ച് അങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കൂലേ. അത് രണ്ട് കൾച്ചറിലുള്ള രീതിയായിരിക്കും രണ്ട് വീട്ടുകാർക്കും. അപ്പോ അവിടെ തന്നെ നമുക്ക് അമ്മായിമാരെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു പേരിന് തന്നെ അവര് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അവര് എങ്ങനെ നമ്മളെ മരക്കളെ നമ്മള് സ്വീകരിക്കണോ, നമ്മൾ മനസ്സിലാക്കണോ, അതിനനുസരിച്ചാണ് അവര് നമ്മളോട് നിൽക്കാൻ പറ്റുക. ഒരു പക്ഷെ നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മളെ മക്കളോട് പെരുമാറി കഴിഞ്ഞാൽ നമ്മളെ പെൺമക്കളെ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അവര് വേറെ ഒരു ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്തുനിന്ന് വന്നവരാണ്. നമ്മളൊക്കെ അവർക്ക് വേറെ ഒരു ആൾക്കാരാണ്. എന്തായാലും എത്ര തന്നെ ഭർത്താവ് അങ്ങനൊക്കെ പറഞ്ഞ ആണെങ്കിൽ തന്നെ നമ്മളത് നല്ലോണം മനസ്സിലാക്കി നമ്മൾ ഉമ്മമാര് നിന്ന് കഴിഞ്ഞാല് അവർക്ക് നമ്മളോട് എന്തായാലും സ്നേഹം ഉണ്ടാവും. പിന്നെ എത്ര തന്നെ നമ്മൾ നോക്കിയാലും നമ്മള് ഒരു ഉമ്മമാരെ പോലെ ആവില്ല. അത് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മതി. എന്റെ ഉമ്മനെ പോലെ എനിക്ക് വന്ന് കയറിയ ഉമ്മ ആവൂല എന്നുള്ളത് എത്ര തന്നെ സ്നേഹിച്ചാലും. പിന്നെ അവർക്ക് വേണ്ട പ്രൈവസി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ മക്കളെ കൂടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും അവർക്ക് വേണ്ട സ്പേസ് നമ്മൾ കൊടുക്കണം. അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ കടിഞ്ഞാണിട്ടുകൊണ്ടും ഓരോരോ എന്താ പറയാ ഒരു അമ്മായിമാരെ സ്വഭാവം എടുത്ത് കഴിഞ്ഞാല് അവരാണ് നമ്മൾ നോക്കാനുണ്ടാവുക. നമ്മൾ പെൺമക്കളെ കെട്ടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ എപ്പോഴും വന്ന് നോക്കാൻ കഴിയണം എന്നില്ലല്ലോ. അപ്പൊ ഈ വന്ന് കയറിയ പെൺകുട്ടികളായിരിക്കും നമ്മൾ നോക്കാണ്ടാവുക. ഇതൊക്കെ നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. പിന്നെ എത്ര തന്നെ സ്വത്തുണ്ടെങ്കിലും നമുക്ക് എന്റെ സ്വത്ത് കൊണ്ട് എനിക്ക് അത് ഉപകാരപ്പെടും വാർദ്ധക്യത്തിൽ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ സ്വത്ത് മാത്രമല്ല, നമ്മൾ സ്നേഹമുള്ള മക്കൾ ഉണ്ടായി കഴിഞ്ഞാല് ഒരു പക്ഷെ ഇന്നത്തെ കാലാവസ്ഥയിലൊക്കെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പിന്നെ വിദ്യാഭ്യാസമാണ് അല്ലെ. ഇന്നത്തെ യുഗത്തില് ഒരുപാട് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മക്കളാണ് ഉണ്ടാവുക. വന്നു കയറുന്ന പെൺമക്കൾക്കായാലും നമ്മളെ നോക്കാൻ തന്നെ കഴിഞ്ഞോളന്നില്ല. ഓരൊക്കെ ചിലപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കും. എന്നോട് എന്റെ ഹസ്ബൻഡ് പറയലുണ്ട്, ഈ എല്ലാ മക്കളെയും പഠിപ്പിച്ചോ, എന്റെ വരുന്ന മരുമക്കളെയും നല്ലോണം പഠിക്കണമല്ലോ. ഒരു നാല് രാജ്യത്തായിരിക്കും എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയലുണ്ട്. എനിക്ക് വയസ്സായി കഴിഞ്ഞാല് എന്റെ അവസ്ഥ എന്താന്നുള്ളത് അറിയില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ മരിച്ചു പോകുന്നുള്ളതും അറിയില്ല. പക്ഷെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടട്ടെ. അവര് വിദേശത്തിന്റെ മരുമകളൊക്കെ ഇപ്പം അവിടെ തന്നെയാണ്, മോന്റെ കൂടെ അവിടെ തന്നെയാണ്. അവരെ എൻജോയ് ചെയ്ത് ജീവിക്കട്ടെ എന്നാ ഞാൻ പറയല്. കാരണം അപ്പൊ നമ്മള് വയസ്സാകുമ്പോൾ നമ്മൾ ആരാ നോക്കാണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ ഒരു ബേജാറായിട്ട് കാര്യമില്ല. ആ ഒരു സമയത്ത് ആരെന്നുള്ളത് ഉണ്ടാവും. എന്നാ തന്നെ വയസ്സായി വരുന്ന ഒരാളെ നോക്കാന്ന് പറയുമ്പോ ഇപ്പൊ ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഞാൻ എന്നെപ്പോ 14ാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ 9ാം ക്ലാസ്സിൽ നിന്ന്. ആ സമയത്ത് ഇവിടുത്തെ ഉപ്പാക്കും ഉമ്മാക്കും തീരെ സുഖമില്ല. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. പിന്നെ 7 വർഷം ഇവിടുത്തെ ഉപ്പ സുഖമില്ലാതെ കിടന്നു, ഉമ്മ 5 വർഷവും സുഖമില്ലാതെ കിടന്നു. അപ്പോ അവരെയൊക്കെ കണ്ടിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ആ ഒരു പിന്നെ പ്രായം ചെന്ന ആൾക്കാർക്ക് ഒരുപാട് മൈൻഡിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു ചെന്നി എന്ന് പറഞ്ഞിട്ടില്ലേ, ചെന്നി ആയിട്ടുണ്ടാകും. അതുപോലെ അൾഷിമേഴ്സ് ഉള്ളവരുണ്ടാവും, പാർക്കിൻസൺസ് ഉള്ളവരുണ്ടാവും. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവര് എന്താണോ അവരുടെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് അതായിരിക്കും ഒരു പുറത്ത് വിടുക. പക്ഷെ നമ്മൾ ശരിക്കും ബോധമുള്ള ആൾക്കാർക്ക് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറും ചെയ്യാം. പിന്നെ അനാഥാലയങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോ. അനാഥാലയങ്ങൾ ഇത്രയും വരാൻ കാരണം തന്നെ മോഡേൺ ലൈഫ് ആസ്വദിക്കണതുകൊണ്ടാണ്.
ഒരു പക്ഷെ അവന് പറയലില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഥകളിൽ ഇതിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ഉമ്മ പിന്നെ ഇവർക്ക് ഉമ്മാക്ക് തിന്നാൻ കൊടുത്തത് ഒരു പഴയ പാത്രത്തിലാണ്. അപ്പൊ ആ കുട്ടി അത് കണ്ടിട്ട് അത് എടുത്തു വെക്കണത് പലരും ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. എനിക്കും ഉപ്പ ഉമ്മ വലിയതാവുമ്പോ എനിക്ക് ഇതിൽ തരണ്ടേന്ന് പറഞ്ഞിട്ട് വല്യമ്മക്ക് കൊടുത്ത പാത്രം എടുത്തു വെക്കണ ഒരവസ്ഥയൊക്കെ, അതൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് ഉള്ള കഥകളാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഓരോ ശുശ്രൂഷിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചെറുപ്പത്തിൽ നമ്മളെ പോലെ എങ്ങനെയാണോ നമ്മളെ നോക്കിയത് അതേപോലെ ചിലപ്പോൾ തിരിച്ചു നോക്കേണ്ടി വരും. ബാത്റൂമിലൊന്നും പോവാൻ പറ്റിയില്ല എന്ന് വരും. ഇപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്വത്തുള്ള ഒരു ഉമ്മയാണ്. അത് നടക്കണ കാലത്ത് അതിന്റെ തേങ്ങയും സാധനങ്ങളും എല്ലാം എടുത്തിട്ട് മരക്കൾക്കും മക്കൾക്കും കൊടുക്കാതെ അത് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യായിരുന്നു. ഇപ്പൊ അത് കിടക്കുന്നത് വെറും ഒരു എയർബെഡിൽ മാത്രം, ഒരു മാക്സി മാത്രം ഇട്ടുകൊണ്ട്. അതിന്റെ സ്വത്ത് ഉപകാരപ്പെടില്ല എന്നുള്ളതിന് അതാണ്. സ്നേഹമുള്ള മക്കൾ മാത്രമേ നമ്മൾ സ്നേഹിക്കുക, അങ്ങോട്ടും സ്നേഹിക്കുക. അതുപോലെ വയസ്സായ സമയത്ത് നമ്മൾ നന്നായിട്ട് പരിഗണിക്കുക, അവരെ പുറത്ത് കൊണ്ടുപോകുക, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക. നന്നായിട്ട് അവരെ പരിചരിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിട്ടായിരിക്കും നമ്മളെ മക്കൾ വളരുക അല്ലെ. അവര് അത് തന്നെ ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വയസ്സായവരുടെ അത്രയും നല്ല രീതിയിൽ തന്നെ പെരുമാറണം. ഒരു വേണ്ട എന്റർടൈൻമെന്റ്. ഞങ്ങൾ ഉപ്പാനപ്പോ ഇടക്ക് പുറത്ത് കൊണ്ടുപോകും. ഞാൻ ഒരുപാട് എനിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും പറയാം, എന്റെ ലൈഫ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയുള്ളൂ. അപ്പോ ഉപ്പാനെ ഞങ്ങൾ ഇടക്കിടക്ക് പുറത്ത് കൊണ്ടുപോകും. ഉപ്പാന്റെ ചെങ്ങായിമാരെ അടുത്ത് കൊണ്ടുപോകും. വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോവുക, കാറിലേക്ക് എടുത്ത് വെച്ചിട്ട്. 4 മക്കളും ഒരേ മൈൻഡാണ്. അധിക വീടുകളിൽ ഉണ്ടാവുക ഓരോരോ മക്കൾക്കും ഓരോരോ ചിന്തകളായിരിക്കും. ഭാര്യമാരെ വാക്കുകളൊന്നും എന്തായാലും നമ്മള് മക്കൾ കേൾക്കില്ല. ഭാര്യമാരായാലും മക്കളായാലും ഒരേ മൈൻഡോട് കൂടിയിട്ടാണ്. അതന്നെ സമൂഹത്തിലും കുടുംബത്തിലൊക്കെ അത് പറയാറുണ്ട്, ഭാഗ്യം ചെയ്ത മക്കളാണ്, ഭാഗ്യം ചെയ്ത ഉപ്പയാണ് ഉമ്മയാണ് എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മൾ കാണലുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ അനാഥാലയത്തിലൊക്കെ പോയി ഒരു ദിവസം നമ്മൾ ഇടയ്ക്ക് ഈ ടൂറൊക്കെ പോണ സമയത്ത് നമ്മളെ കുട്ടികളെയും കൊണ്ട് അനാഥാലയങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിക്കുന്നത് നല്ലത്. അതുപോലെ അസുഖങ്ങളുള്ള അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവാനും നമ്മൾ ജീവിക്കുന്നത് ചിലപ്പോൾ നല്ല ചുറ്റുപാടിലായിരിക്കും. അപ്പോ അങ്ങനത്തെ സ്ഥലങ്ങളും ഇടയ്ക്ക് നമ്മൾ സന്ദർശിച്ചിട്ട് കുട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാക്കുക. നമുക്ക് തന്നെ ഒരു ബോധം വരും. നമ്മളൊരു നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ലൈഫിലൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കും തന്നെ ഒരു ഇത് കരുതൽ വരാൻ നല്ലതാണ്. അത്തരം സ്ഥലങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് സന്ദർശിച്ച് ചെയ്യാറുണ്ട്. പിന്നെ പരുമാരും ഇല്ലാത്ത കുട്ടികൾ താമസിക്കുന്ന ഇടങ്ങളും അതുപോലെ ഹോസ്പിറ്റലുകള്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ എന്താ വയസ്സായവരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് എൻ്റെ ഉപ്പാക്കൊക്കെ ഉള്ളത്. പാർക്കിൻസൺസിന്റെ അസുഖമുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളാണ്. ഇവിടെ ഉപ്പാക്കും ഉമ്മാക്കും ആണെങ്കിലും അതുപോലെ തന്നെ സുഖമില്ലാത്തതായിരുന്നു. അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട പാഠങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. പിന്നെന്താ മിസ്സേ പറയാനുള്ളത്? അത്രയൊക്കെ തന്നെ. മതി മതി മതി. ഓക്കെ, നന്നായിട്ട് പറഞ്ഞല്ലേ മനസ്സിലാ. ഇനി നെക്സ്റ്റ് ആരാണ്? മാഡം, ഞാന് നസീമ പറഞ്ഞ അതേ ടോപ്പിക്കാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതിങ്ങനെ പറയാൻ തുടങ്ങിയതായിരുന്നു, അപ്പോഴാണ് നസീമ പറഞ്ഞത്. വയോജനങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരാൾക്കാരാണ് ഈ പ്രായമായ ആൾക്കാരെ എന്ന് പറയുന്നത്. കാരണം ഒരു തലമുറ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മള് ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അതൊരു തിരിച്ചറിയാനുള്ള ഒരു ചില ആൾക്കാർക്കൊന്നും ഇല്ല. എന്നാലിപ്പോ നമ്മളെല്ലാവരും എത്തിപ്പെടേണ്ട ഒരു സ്റ്റേജാണ് ഈ പ്രായമാവുക എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എത്തിപ്പെടേണ്ട ഒരു സ്റ്റേജാണ്. അത് പക്ഷെ ഇപ്പോഴത്തെ വളർന്നു വരുന്ന തലമുറയ്ക്കും നമ്മുടെ ഇടയിലുള്ള ആളുകൾക്കൊന്നും അതിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ. അപ്പൊ നമുക്ക് വയസ്സായിട്ട് വരും, നമുക്ക് ഇങ്ങനെ വയ്യാതാവും, അങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ പോലെ. അതൊന്നും നമ്മൾ ചിന്തിക്കില്ല. അത് ഓട്ടോമാറ്റിക് ലൈഫിന്റെ ഒരു ഇതാണത്. നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നൊന്നും. അപ്പൊ അങ്ങനെ വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാട് ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ. ഈ കുട്ടികൾക്കായാലും നമ്മളുടെ ഇടയിലുള്ള ആൾക്കാർക്കായാലും ഇപ്പോ പ്രായമായവരോട് കാണിക്കേണ്ട ഒരു നമ്മൾ എങ്ങനെ അവരോട് പെരുമാറണമെന്നോ, അപ്പൊ നമ്മൾ എങ്ങനെ അവരുടെ അടുത്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണമെന്നോ എന്നും കുറെ ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ അവരെ നോക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, അതൊക്കെ കാര്യം ശരിയാണ്. പക്ഷെ നമ്മൾ അവരുടെ ഒരു മാനസികമായ ഒരു അവസ്ഥ നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കണില്ല എന്നാണ് പല വീടുകളിലും എനിക്ക് കാണാൻ പറ്റിയ ഒരു അവസ്ഥയാണ്. അപ്പോ അത് നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളിപ്പോ വളർന്നു വരുന്ന നമ്മള് കുട്ടികളുടെ അടുത്തായാലും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ വയസ്സായ ആൾക്കാർ അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ആൾക്കാരാണ്. അപ്പൊ അവര് പണിയെടുത്തിട്ട് മണ്ണിൽ പണിയെടുത്തിട്ട്
അതിൽ കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയൊക്കെ എന്താ ജീവിച്ച ആൾക്കാരാണ്. അവർക്ക് പ്രകൃതിയായിട്ട് നമ്മളെക്കാളിലേറെ കൂടുതൽ അവർക്ക് വിവരമുണ്ട്. നമുക്കിപ്പോ നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കറിയാം. പക്ഷെ അതിനോടുപരി അവർക്ക് എന്താ പ്രകൃതിയോട് ഇണങ്ങിയിട്ട് പിന്നെ ഈ ഭൂമിയെ കുറിച്ചിട്ടും പണ്ടത്തെ ഇതിനെ പറ്റിയിട്ടും അങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഉണ്ട് അവരുടെ കയ്യിൽ. ഇപ്പൊ ഈ എന്താ വയോജന പ്രായമായ ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് അവരുടെ മനസ്സിൽ അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ അടുത്ത്. പക്ഷെ അതൊന്നും നമ്മള് കേൾക്കാൻ നമുക്ക് സമയമില്ല. കുറച്ചു നേരം അവരുടെ അടുത്ത് ഇരുന്നിട്ട് നമ്മൾ അവർക്ക് അറിയണ കാര്യങ്ങളെ അതും ചിലപ്പോ നമുക്ക് അറിയാത്ത കാര്യങ്ങളാവും. പുതിയൊരു ഇതാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുക. അവർക്ക് അറിയണ കാര്യങ്ങള് നമുക്ക് ഇപ്പൊ അറിയണ കാര്യങ്ങളല്ല അവർക്ക് അറിയണ്ടാവും. അത് നമുക്ക് പുതിയൊരു അറിവായിരിക്കും കിട്ടുക. പക്ഷെ അത് കേൾക്കാൻ പലരും തയ്യാറാവണില്ല. അവർക്ക് നമുക്ക് ബോറടിക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ബോറടിക്കുകയാണ്. അവർക്ക് വേറെ അവരുടെ ഗെയിം, കുട്ടികളാണെങ്കിൽ അവർക്ക് വീഡിയോ ഗെയിം, മൊബൈൽ ഗെയിം അങ്ങനെ. ഇപ്പൊ നമ്മളെല്ലാരും അങ്ങനെ തന്നെയാണ്. നമുക്കാണെങ്കിൽ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ കളിച്ചിരിക്കുക അങ്ങനെ. ഇപ്പൊ വീട്ടിലിപ്പോ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവര് പണ്ടത്തെ കഥയൊക്കെ പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ പറയാണെന്ന് വിചാരിച്ചപ്പോ എനിക്ക് അച്ഛൻ ഇല്ല. എന്റെ അച്ഛൻ മരിച്ചു 2 വർഷം മുന്നേ. പക്ഷെ അച്ഛന്റെ അച്ഛമ്മ ഉണ്ട്. അപ്പൊ അവർക്ക് നല്ല പ്രായമായിരുന്നു. അങ്ങനെ ഇങ്ങനെ കൂന്നിട്ട് ഇങ്ങനെ സ്റ്റേബിൾ അല്ലാണ്ട് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ കുറച്ചായിട്ടുണ്ട്. പക്ഷെ നല്ല ഇതാ, അവർക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടാ. കുട്ടികളൊന്നും ഇരുന്ന് കൊടുക്കില്ല. എന്നിട്ട് നമ്മളെ അവിടെ പിടിച്ചിരുത്തും കുറച്ചു നേരം. എന്നിട്ട് അവര് പണ്ടത്തെ കഥകളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും. അവരെന്താ വെച്ചാ അവര് ഈ നെല്ലൊക്കെ കൊയ്തിട്ട് പാടത്ത് പോയിട്ട് നെല്ല് കൊയ്തിട്ട് അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരലുണ്ടല്ലോ, പണ്ടത്തെ ഒരല്, അതിൽ ഇങ്ങനെ ഇടിച്ചിട്ട് അങ്ങനെ ഒലക്ക പറഞ്ഞൊരു സാധനമുണ്ട്. അതുകൊണ്ട് ഇടിച്ചിട്ട് അരി ഉണ്ടാവില്ല അപ്പൊ വീട്ടില്. അപ്പൊ അവർക്ക് അത് കുത്തിയിട്ട് അതിന്ന് അരി എടുത്തിട്ട് വേണം അന്നത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ, കഞ്ഞി വെച്ച് കുടിക്കാൻ അവർക്ക്. അത് നമ്മൾ ഇന്നത്തെ പോലെ നമ്മൾ സെപ്പറേറ്റ് ഫാമിലി അല്ല. ഇപ്പോ സെപ്പറേറ്റ് ഫാമിലി ആണല്ലോ ഇഷ്ടം. ഇപ്പൊ ഒരു അച്ഛനും അമ്മയ്ക്കും ഇപ്പോ 2 മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് താമസിക്കില്ല. അവർക്ക് 2 വീട്, ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇപ്പൊ 2 മക്കളാണെങ്കിൽ അടുത്തടുത്ത് 2 വീട്, അങ്ങനെയാണല്ലോ, ഒന്നിച്ച് താമസിക്കില്ലല്ലോ. പക്ഷെ പണ്ടതല്ല. മക്കളും മരുമക്കളും അവരുടെ കുട്ടികളും എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ഈ ആണുങ്ങൾക്കൊക്കെ അവര് പാടത്ത് പണിയെടുത്ത് വന്നു കഴിഞ്ഞാൽ അവര് ക്ഷീണിച്ച് വരില്ലെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് കൊടുക്കും. ഈ മുത്തശ്ശി പറഞ്ഞ കഥയാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ അവർക്ക് ആദ്യം ചോറ്, ഈ ആണുങ്ങൾക്ക് ആദ്യം കഞ്ഞി, പിന്നെ കുറച്ചധികം ചോറിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് പിന്നെ കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ഈ വീട്ടിലുള്ള സ്ത്രീകൾ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ അവർക്കത് ഉണ്ടെങ്കിൽ അവര് കഴിക്കും, ഇല്ലെങ്കിൽ അവര് വെറും വെള്ളം മാത്രം കുടിക്കും. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവര് വന്നത്. അവർക്ക് ആരോഗ്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടും നമ്മൾ ഈ ബ്രോയിലർ ചിക്കണും അതല്ലേ നമ്മൾക്ക് അധികം. നമുക്ക് ആരോഗ്യം കുറവാണ്. പിന്നെ അവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ അധികം കണ്ടിട്ടില്ല. അതേപോലെ ഇപ്പൊ ഈ ഡെലിവറി ആണെങ്കിലും ശരി, അവരൊക്കെ വീട്ടിലാണ് 6, 7 ഒക്കെയാണ് കുട്ടികളെ. ഇപ്പൊക്കെ 2 ആവുമ്പോഴേക്കന്നെ ആൾക്കാർക്ക് വയ്യ, അതും സിസേറിയൻ. അപ്പൊ അത് സിസേറിയൻ, പിന്നെ അവർക്ക് പെയിൻ അനുഭവിക്കാൻ വയ്യ. പിന്നെ 1 മാസം നമ്മളത് കൺസീവ് ആണെന്ന് കാണുമ്പോ തുടങ്ങും പിന്നെ ഓരോ ഇത് കഴിക്കാറ്, മെഡിസിൻ, അത് ഇതൊന്നും ഇല്ലാത്തൊരു കാലായിരുന്നു അന്ന്. അങ്ങനെ ഒരുപാട് കഥകൾ പറയും. എന്റെ അച്ഛമ്മയൊക്കെ അവര് 7 പ്രസവം കഴിഞ്ഞിട്ടും അത് മൊത്തം വീട്ടിലായിരുന്നു ഇത്രേ. അപ്പൊ നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല എങ്ങനെ ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോ നമുക്കതൊരു അറിവാണ്. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികളൊന്നും, ചില കുട്ടികൾ, അധികം കുട്ടികളൊന്നും ഇരിക്കില്ല. പക്ഷെ നമുക്ക് അവർക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം കേട്ടോ. ഞാനിപ്പോ അങ്ങനെ ഒരു ടീച്ചറായിട്ട് കയറി കഴിഞ്ഞാലും നമുക്ക് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ എന്നാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ ഒരു സാഹചര്യം ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും ഞാൻ. നമ്മൾ വയസ്സായ ആൾക്കാരെ കണ്ട അവരോട് എങ്ങനെ പെരുമാറണം, നമ്മൾ അവരെ എങ്ങനെ സ്നേഹിക്കണം. അപ്പൊ അവർക്ക് ഒരു റോഡ് കൂടെ നടന്നു പോവില്ല എന്നത് അധികവും. എന്നാലും നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റണ ഹെൽപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാം. ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് സീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ സീറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ വെള്ളം വേണമെങ്കിൽ വെള്ളം ചോദിക്കുക. അങ്ങനെ അവർക്ക് കൊടുക്കേണ്ട ഒരു ഹെൽപ്പിനെ കുറിച്ചിട്ടും ഒരു പ്രാധാന്യത്തെ കുറിച്ചിട്ടും ഞാൻ ആ കുട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ചിന്ത എനിക്കുണ്ട്. കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രായമായ ആൾക്കാർക്ക് നല്ല ഒറിജിനൽ സ്നേഹമാവും. കാരണം അവരുടെ ഒരു ചെറിയ കുട്ടികൾ, ഏത് പ്രായക്കാരാണ്, നമ്മൾ അവരെ താഴെയുള്ളവരൊക്കെ അവർക്ക് കുട്ടികളാണ്. അവർക്ക് ചെറിയ കുട്ടികളെ പോലെയാണ് അവർക്ക്. അപ്പൊ അവർക്ക് ഭയങ്കര സ്നേഹമാണ്, കളങ്കമില്ലാത്ത സ്നേഹമാണ് അവർക്ക്. അപ്പൊ അവർക്ക് ഇന്നത്തെ കാലത്തെ ഈ ഒരു ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും.
നല്ല പ്രായമായ ആൾക്കാർക്ക്. അപ്പൊ കുറച്ചു നേരമൊക്കെ അവരുടെ കൂടെ ഇരിക്കുക, ചെലവഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പൊ ഈ വൃദ്ധസദനങ്ങളൊക്കെ ഒരുപാട് കൂടി വരണ കാലമാണ് ഇപ്പൊ. അപ്പൊ അത് നല്ലതാണ്, കുഴപ്പമില്ല. എന്താ അവർ സേഫ് ആണ്, വൃദ്ധസദനങ്ങൾ അവർക്ക് നല്ല ഇതൊക്കെ കിട്ടുന്നുണ്ട്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ മക്കളാണ് നോക്കേണ്ടത് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അത്രയും പറ്റാത്ത ഒരു അവസ്ഥ ഇത് വന്നാൽ മാത്രം നമ്മള് വൃദ്ധസദനങ്ങളിലൊക്കെ നമ്മള് രക്ഷിതാക്കളെയും കാക്ക അത്ര അതൊക്കെ നമ്മൾ കുട്ടികളെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ അവർക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കണം. അവർക്ക് നമ്മൾ എല്ലാം കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് എല്ലാ സഹായവും എല്ലാം ഇപ്പൊ ചെയ്യണുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് പെരുമാറണം. പിന്നെ അവരെ നല്ല സ്നേഹം കൊടുക്കണം. അവരെ കാണുമ്പോൾ നമ്മള് അവരൊക്കെ ഉണ്ടായോട്ടല്ലേ നമ്മളൊക്കെ ഇവിടെ ഉണ്ടായത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അത് നമ്മുടെ കുട്ടികളെ, കൊച്ചു മക്കളെ നമ്മള് ചെറുപ്പം മുതലേ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കണം. അങ്ങനെയാണ് എനിക്ക് പറയാന് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പറയാൻ തുടങ്ങിയപ്പോഴേക്ക് നസീമ കുറച്ച് പറഞ്ഞു. താങ്ക് യു ടീച്ചർ. താങ്ക് യു മാഡം. താങ്ക് യു. നെക്സ്റ്റ് ആരാ? സജിത. ഹലോ മാം, ശ്രുതിയാണ്. മാം, ഓൾഡ് ഏജ് പേഴ്സൺസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. എനിക്ക് നസീമ അവര് പറഞ്ഞ പോലെ എവിടെയും വായിച്ചതൊന്നുമല്ല. എന്റെ ഇതില് ഞങ്ങളെ വലിയ കുടുംബമാണ്. എന്റെ അച്ഛന്റെ കുടുംബമൊക്കെ ഒരു 9 മക്കളാണ് എന്റെ അച്ഛന്റെ ഒപ്പം ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള എന്റെ അച്ഛന്റെ അച്ഛമ്മ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ പറയാനൊക്കെ. പക്ഷെ സംസാരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരും സോറി പറയുന്നു. മലയാളം ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഓൾഡ് ഏജ് പേഴ്സൺ ആൾക്കാരെ നമ്മൾ നന്നായി നോക്കണം. മാം നമ്മൾ നന്നായി നോക്കണം. നമ്മുടെ കുട്ടികൾക്ക് അവരിനെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞു കൊടുക്കണം. പിന്നെ അവരുടെ എന്താ പറയാ, അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. ഈ വയസ്സായവരുടെ മനസ്സിൽ നമ്മൾ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. അവര് ശരിക്കും പറയണെങ്കിൽ ചെറിയ കുട്ടികളെ പോലെയൊക്കെ ഇടയ്ക്ക് വെച്ച് ബിഹേവ് ചെയ്യും. അവർക്ക് തീരെ വയ്യാണ്ടാവണ സമയത്തൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾ എങ്ങനെയാണോ അതുപോലെ ഒരു ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും വാശി കാണിക്കും. അപ്പൊ നമ്മൾ അത്രത്തോളം ടേക്ക് കെയർ ചെയ്യണം. നമ്മുടെ മക്കളെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യണോ സെയിം അതേപോലെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അത് നമ്മുടെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയാണെങ്കിലും അവർക്ക് ആ സമയത്താണ് നമ്മുടെ ഒരാളുടെ ആവശ്യം വരിക. വയസ്സായ സമയത്താണ് ഒരാളുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ അത്രത്തോളം ടേക്ക് കെയർ ചെയ്ത് അവരെ നല്ലപോലെ നോക്കണം. പിന്നെ അവര് എങ്ങനെയാണോ വളർന്ന് ജീവിച്ചത് എന്നുള്ളത് നമ്മളോട് ചിലർ ഇമ്പോസ് ചെയ്യും. ഞങ്ങൾ അങ്ങനെയാ ജീവിച്ചത്, അതുപോലെ നിങ്ങളും ആവണം. ആ രീതിയിലൊക്കെ അവരുടെ കൾച്ചർ നമ്മളോട് ഇമ്പോസ് ചെയ്യാൻ നോക്കുമ്പോഴും ചിലവിടെയൊക്കെ പ്രശ്നങ്ങൾ വരും. ചില കുടുംബങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ഇന്നത്തെ കൾച്ചർ വേറെ, അങ്ങനത്തെ കൾച്ചർസ് വേറെ, സംസാര രീതി ഇങ്ങനെയൊക്കെ വരും. പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ അച്ചാച്ചനാണ്, അച്ഛമ്മയാണ്, അമ്മമ്മയാണ്, അവര് എന്ത് പറഞ്ഞാലും നമ്മൾ തിരിച്ചങ്ങനെ മറുപടി തിരിച്ച് പറയരുത്. അതേപോലെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത്, ഇവിടെ കുറെ കുട്ടികൾക്ക് സ്വന്തം അച്ചാച്ചന്റെയും അച്ഛമ്മന്റെയും അവരുടെ നെയിം പോലും ആർക്കും അറിയില്ല. നമ്മുടെ അച്ഛന്റെയും അമ്മന്റെയും പേരറിയാം, അതിനു മുമ്പിലുള്ള ഗ്രേറ്റ് ഫാദർ, ഗ്രാൻഡ് അങ്ങനെയുള്ളവരുടെ നെയിം പോലും ആർക്കും അറിയില്ല. നമ്മൾ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാലാണ് ആരാണ്, അവരെങ്ങനെയാ ജീവിച്ചത്, അതിന്റെ കൾച്ചേഴ്സ് അവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ മക്കളോട്. അല്ലാണ്ട് നമ്മളിപ്പോ വന്നു ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം, അവരെ നോക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അവരിങ്ങനെയൊക്കെ ഇടുന്നവരാണ്. അപ്പൊ നമ്മൾ അവരോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ. ഇതിനെ നമ്മൾ അവരെന്ത് പറഞ്ഞാലും നമ്മള് വയസ്സിൽ മൂത്തതാണ് എന്ന് നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മൾക്ക് വയസ്സാവുന്ന സമയത്ത് നമ്മൾ അതേപോലെ അവരുടെ മക്കളുടെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു ഇതാവും. അല്ലാണ്ട് നമ്മളിപ്പോ എക്സാമ്പിൾ നമ്മളായി ഇരുന്ന് അവർക്കത് പറഞ്ഞു കൊടുക്കണം എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ അതേപോലെ എന്താ പറയാ, ഇപ്പൊ എല്ലാവരും ഓൾഡ് ഏജ് ഹോംസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അവിടെ ഇരിക്കുന്നത് ഇതിനു മുമ്പ് സംസാരിച്ച കുട്ടി പറഞ്ഞ പോലെ കുറച്ച് സേഫ്റ്റി ഒക്കെയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് ആരും അങ്ങോട്ട് പോവാണ്ടിരിക്കണം. നമ്മൾ അവരെ അത്രത്തോളം ടേക്ക് കെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ നോക്കുന്നുണ്ട്,
നമ്മൾക്ക് എത്ര തന്നെ ആണെങ്കിലും നമ്മൾ അവർ നോക്കും എന്നുള്ളൊരിത് അവർക്ക് മനസ്സിലേക്ക് വരുമ്പോൾ അവരുടെ അസുഖങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. നമ്മളുടെ ഒപ്പം ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ എല്ലാം ഒരു റിലാക്സേഷനിലേക്ക് വരും. ചിലര് ഗൾഫിലായിരിക്കും, മരുമക്കളായിരിക്കും ഇവിടെ ഇരുന്ന് നോക്കുക. അപ്പൊ നമ്മള് സ്വന്തം അച്ഛനമ്മനെ നോക്കണ പോലെ തന്നെ ഇവരിനെ നോക്കണ സമയത്ത് അവർക്കൊരു തോന്നൽ വരും, അല്ലെ എന്റെ മകള് വന്നിട്ട് വേണം എന്നെ നോക്കാൻ എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ വരുത്തരുത്. ഇവരുണ്ട്, ഇവിടുത്തെ കുട്ടികളുണ്ട്, നമ്മൾ അവർ നന്നായി നോക്കുന്നുണ്ട് എന്നുള്ള തോന്നലും അവർക്ക് വരുത്തണം. നമ്മൾ അത്രത്തോളം ശ്രമിക്കണോ അതുപോലെ അവര് നമ്മളോട് തിരിച്ച് ബിഹേവ് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എല്ലായിടത്തും നമ്മളിപ്പോ അവരോട് എല്ലാം ചെയ്തു കൊടുക്കണം, നമുക്കെന്തൊന്നും കിട്ടുന്നില്ല എന്നല്ലാണ്ട് എല്ലാം കിട്ടുന്നുണ്ടെന്ന് തിരിച്ച് നമ്മൾ അവർ നല്ലപോലെ നോക്കണം. വയസ്സായവരെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചെറിയ കുട്ടികളെ പോലെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യണോ അത്രത്തോളം അവര് നമ്മളോട് അതേപോലെ ബിഹേവ് ചെയ്യും. അതേ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത്രേ ഉള്ളൂ മാം എന്റെ ഒരു ഇത്. ഓക്കെ, നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ, ഇന്ന് ആരാ സൈൻ ഔട്ട് ചെയ്യുന്നത്? സൈൻ ഔട്ട് ആരുമില്ലേ? ഒരാള് പറയാന്ന് പറഞ്ഞിരുന്നു. മിസ് ഇന്ന് ഹെൽത്ത് വെൽഫെയറിനെ ചൈൽഡ് വെൽഫെയറിനെ കുറിച്ച് ശരിക്കും ഇന്ന് എടുക്കേണ്ടതായിരുന്നു. അപ്പോ മിസ് നമുക്ക് നല്ലൊരു ആക്ടിവിറ്റി തന്നുകൊണ്ട് പിന്നെ അതിന്റെ ബാക്കി ഭാഗം എടുത്തിട്ടുണ്ടായില്ല. അപ്പോ നല്ലൊരു ആക്ടിവിറ്റി തന്നെയാണ് മിസ് തന്നത്. മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് പറയുന്നവർക്ക് അത് പറയാം, വയോജനങ്ങളെ കുറിച്ച്, പിന്നെ ലൈഫിൽ അച്ഛൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയതിനെ കുറിച്ച് പിന്നെ ആരും അതും പറഞ്ഞിട്ടില്ല. ആ ടോപ്പിക്കിനെ കുറിച്ച് ആരും സംസാരിച്ചു. ടോപ്പിക്കുകൾ പറയാനൊന്നും ഇപ്പൊ തീരൂല, അതാണ്ടാവുക. ഏത് ടോപ്പിക് എടുക്കണം എന്നുള്ളതിനെ അറിയില്ല. അച്ഛനമ്മമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ടോപ്പിക്ക് തീർന്നു കിട്ടില്ല. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിന് രണ്ടുപേര്. പിന്നെ വിഷു ഈസ്റ്റർ കുറിച്ചെല്ലാം അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിന്. ഇപ്പൊ മിസ് ഇങ്ങനെ ഒരു ഇത് ആക്ടിവിറ്റി തന്നുകൊണ്ട് എല്ലാവർക്കും ഇതിനെ കുറിച്ചെല്ലാം സംസാരിക്കാൻ പറ്റി. നല്ലൊരു ആക്ടിവിറ്റി തന്നെയായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഇന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞവർക്കും എല്ലാ ക്ലാസ്സിൽ ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. മിസ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോ താങ്ക് യു ഓൾ. ഇനി പറയാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.